ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റായ ടെൻഡർ ഷൂട്ട്സ് എന്നതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ദ മൂൺ എന്നൊരു പോയാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത്. ആ പോയത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ അതിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസുമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ടെൻഡർ ഷൂട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റിൻ്റെ പേര് ടെൻഡർ ഷൂട്ട്സ് എന്നാണ്. ഇവിടെ ഒരു പിക്ചർ കണ്ടോ, മനോഹരമായ ഒരു നേച്ചുറൽ ബ്യൂട്ടിയുടെ, ഒരു പ്രകൃതിയുടെ ഒരു മനോഹാരിതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലേ. എന്നിട്ട് അവിടെ താഴെ വാങ്കരി മത്തായിയുടെ ഒരു ചെറിയൊരു ക്വാട്ട് തന്നിട്ടുണ്ട്. എന്താണ്? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. എന്താണ് അതിൻ്റെ അർത്ഥം മക്കളെ? നമ്മളൊരു മരം നടുമ്പോൾ നമ്മൾ മരം മാത്രമല്ല നടുന്നത്, ഒരു പ്രതീക്ഷ കൂടെയാണ്, ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ കൂടെയാണ് നമ്മൾ നടുന്നത് അല്ലേ. നമ്മളുടെ പോയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അതിന് മുന്നേ നമുക്ക് ചെറിയൊരു വേറൊരു പോയം നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ ചുറ്റും മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. ബട്ടർഫ്ലൈസും ക്യാറ്റും ഡോഗും ബേർഡ്സും ഒരുപാട് ഫ്ലവേഴ്സും ട്രീസും ഒക്കെ ഉണ്ടല്ലേ. ഹൗ ഡു യു ഫീൽ? ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനെയുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലേ. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതി നിങ്ങളുടെ കൂട്ടുകാരിയാണെങ്കിൽ, കൂട്ടുകാരനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ഇവിടെയുള്ള ഈ ചിത്രത്തിലുള്ള ആൺകുട്ടി സന്തോഷത്തോടു കൂടി ഒരു പാട്ട് പാടുന്ന ഒരു കുറച്ച് പോയം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. ബട്ടർഫ്ലൈയെ ഈ കുട്ടി വിളിക്കുകയാണ്, എൻ്റെ കൂടെ വന്നിട്ട് കളിക്കൂ. ദ ഡേ ഈസ് ബ്രൈറ്റ്. ഈ ദിവസം നല്ല വെളിച്ചമുള്ളതാണ്. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല നിറത്തിലാണ്. കം ആൻഡ് സിങ് വിത്ത് മീ. അതായത് നല്ലൊരു തെളിഞ്ഞ ദിവസമാണ്, എൻ്റെ കൂടെ വന്ന് കളിക്കൂ, എൻ്റെ കൂടെ വന്ന് പാട്ട് പാടൂ എന്നാണ് പറയുന്നത്. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. പിന്നെ അടുത്തതായിട്ട് വിളിക്കുന്നത് ഗ്രാസ് ഹോപ്പറെയാണ്. ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ പുൽച്ചാടി. പുൽച്ചാടിയോട് എൻ്റെ കൂടെ വന്ന് നൃത്തം ചെയ്യൂ, ഡാൻസ് കളിക്കൂ എന്ന് ചോദിക്കുകയാണ് കുട്ടി. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട് നെവർ ഫീൽ അഫ്രൈഡ്. നമ്മുടെ ചുറ്റിലും ഇതുപോലെയുള്ള നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്? പേടിയൊന്നും തോന്നില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കടക്കാം. ദ മൂൺ. മൂൺ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ചന്ദ്രൻ, അമ്പിളിമാമൻ അല്ലേ. The moon has a face like the clock in the hall. She shines on the thieves on the garden wall, on streets and fields and harbor quays and birdies asleep in the forks of the trees. എന്താ ഈ പാരഗ്രാഫിൽ പറയുന്നത്? The moon has a face like the clock in the hall. മൂണിന് ഒരു മുഖമുണ്ട്. എങ്ങനെയുള്ള മുഖമാണ്? നമ്മളുടെ ഹാളിലുള്ള ക്ലോക്ക് പോലെയുള്ള ഒരു മുഖമാണ് മൂണിനുള്ളത്. She shines on the thieves on the garden wall. അവള് നമ്മുടെ ഗാർഡൻ വാള്, പൂന്തോട്ടത്തിന് ചുറ്റുമുള്ള മതിലിലൂടെ ചാടിക്കടക്കുന്ന തീവ്സിനെ നോക്കിയിട്ട്, കള്ളന്മാരെ നോക്കിയിട്ട് ഷൈൻ ചെയ്യുന്നു. ഷൈൻസ് എന്ന് വെച്ചാൽ തിളങ്ങുന്നു. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വൈസ്. കള്ളന്മാരുടെ മുഖത്ത് മാത്രമല്ല, വേറെ എവിടേക്കാ? ഓൺ സ്ട്രീറ്റ്, തെരുവുകളിലും, ആൻഡ് ഫീൽഡ്സ്, പാടത്തും വയലുകളിലും, ആൻഡ് ഹാർബർ ക്വൈസ്. ഹാർബർ എന്ന് വെച്ചാൽ തുറമുഖം, ഹാർബർ ക്വൈസ് എന്ന് വെച്ചാൽ തുറമുഖ കടവുകൾ. തുറമുഖ കടവുകളിലും എന്ത് ചെയ്യുന്നു? മൂണ് തിളങ്ങുന്നു, ഷൈൻ ചെയ്യുന്നു. ആൻഡ് ബേർഡീസ് അസ്ലീപ്പ് ഇൻ ദ ഫോക്ക് ഓഫ് ദ ട്രീസ്. ബേർഡീസ് എന്ന് വെച്ചാൽ ചെറിയ കിളിക്കുഞ്ഞുങ്ങൾ, അസ്ലീപ്പ് ഉറങ്ങുന്ന. അപ്പോൾ എവിടെ ഉറങ്ങുന്ന? ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ മരത്തിൻ്റെ ചില്ലകൾ രണ്ടായി പിരിയുന്ന ചില്ലകളില്ലേ, അതായത് ചില്ലകൾ രണ്ടായി പിരിയുന്ന ഈ സ്ഥലത്താണ് എന്ത്? ബേർഡ്സ് അവരുടെ കൂട് കൂട്ടുക. അപ്പം അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ചന്ദ്രൻ തിളങ്ങുന്നു. The squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. ഇനി ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? The squalling cat and the squeaking mouse. സ്ക്വാലിംഗ് ക്യാറ്റ് എന്ന് വെച്ചാൽ, സ്ക്വാലിംഗ് എന്ന് വെച്ചാൽ പൂച്ചയുടെ ശബ്ദത്തെയാണ് സ്ക്വാലിംഗ് എന്ന് പറയാം. ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്, മൗസിൻ്റെ ആ ശബ്ദത്തെയാണ് സ്ക്വീക്കിംഗ് എന്ന് പറയാം.
ദ ഹൗളിംഗ് ഡോഗ്. ഹൗളിംഗ് എന്ന് വെച്ചാൽ നായയുടെ ശബ്ദം, അതായത് നായ്ക്കൾ ഓരിയിടില്ലേ, അതിനെയാണ് ഹൗളിംഗ് എന്ന് പറയാം. ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, നമ്മുടെ വീട്ടുവാതിൽക്കൽ വന്ന് ഓരിയിടുന്ന നായ്ക്കൾ. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ഉച്ചയിൽ ഉച്ചമയക്കം മയങ്ങുന്ന ബാറ്റ്, വവ്വാലുകൾ. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ഇവരെല്ലാവരും എന്തിഷ്ടപ്പെടുന്നു? ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ രാത്രി ഇറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ ഡേ cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. എന്താ പറഞ്ഞത്? ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ. നമ്മളപ്പോൾ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളെ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം എന്താണ്? ബിലോങ്സ് ടു ദ ഡേ, പകൽ ഇഷ്ടപ്പെടുന്നവരാണ്. കഡിൽ ടു സ്ലീപ്പ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. കഡിൽ എന്ന് വെച്ചാൽ നമ്മൾ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതിനെയാണ് നമ്മൾ കഡിൽ എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ള, അതായത് ഈ പകലുള്ള ജീവികളൊക്കെ എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ മൂടി പതച്ച് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. അതുപോലെ ഫ്ലവേഴ്സും പൂക്കളും ചിൽഡ്രൻ കുട്ടികളും ഒക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ കണ്ണുകൾ അടയ്ക്കുന്നു. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്. ഏതുവരെ? രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ അവർ അവരുടെ കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നു. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ക്വസ്റ്റ്യൻ 1. ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ എപ്പോഴെങ്കിലും മൂൺലൈറ്റിൽ, രാത്രി ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ നടന്നിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾക്ക് ആകാശത്ത് ഇതുപോലെ ചന്ദ്രനെ കാണുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? യെസ്, ഐ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ് വൺസ്. ഞാൻ ഒരു തവണ ഇതുപോലെ മൂൺലൈറ്റിൽ നടന്നിട്ടുണ്ട്. വാക്കിംഗ് ഇൻ ദ കോർട്ട്യാർഡ് ഇൻ ദ മൂൺലൈറ്റ് ഫീൽസ് വെരി പ്ലസൻറ്റ്. അതുപോലെ മുറ്റത്തൂടെ നമ്മൾ ഈ മൂൺലൈറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ട് തോന്നും, അതായത് ഒരുപാട് സന്തോഷം തോന്നും. ദ മൂൺ ഓൾസോ സീംസ് ടു ബി വാക്കിംഗ് വിത്ത് അസ്. നിലാവും നമ്മളോടുകൂടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. ദ സ്കൈ ആൻഡ് സ്റ്റാർസ് ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മൂൺലൈറ്റ്. ആകാശവും നക്ഷത്രങ്ങളൊക്കെ മൂൺലൈറ്റിൽ, നിലാവിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ 2. വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂണിൻ്റെ ഫേസ് എന്തിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദ മൂൺസ് ഫേസ് ഈസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. നമ്മുടെ വീട്ടിലെ ഹാളിലുള്ള തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിനോടാണ് മൂണിൻ്റെ ഫേസ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 3. വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? പോയറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബേർഡ്സ് രാത്രിയിൽ എവിടെ ഉറങ്ങുമെന്നാണ്. അക്കോർഡിംഗ് ടു ദ പോയറ്റിനെ സംബന്ധിച്ച് ബേർഡ്സ് രാത്രി എവിടെയാണ് ഉറങ്ങുന്നത്? അക്കോർഡിംഗ് ടു ദ പോയറ്റ് ബേർഡ്സ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. എവിടെയാണ്? മരത്തിൻ്റെ ചില്ലകളിൽ. എങ്ങനെയുള്ള ചില്ലകളിൽ? രണ്ടായി പിരിയുന്ന കൂടുകൂട്ടാൻ പാകമായ ആ ചില്ലകളിലാണ് ബേർഡ്സ് സ്ലീപ്പ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 4. വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? ചന്ദ്രൻ എവിടെയാണ് തിളങ്ങുന്നത്, അതിൻ്റെ മനോഹരമായിട്ടുള്ള വെളിച്ചം പരത്തുന്നത്? ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ ദ തീവ്സ് ഓൺ ഗാർഡൻ വാൾ, സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ ക്വൈസ് ആൻഡ് ഓൺ ദ ബേർഡ്സ് അസ്ലീപ്പ് ഇൻ ദ ട്രീസ്. എവിടേക്കാണ്? നമ്മളുടെ പൂന്തോട്ടത്തിൻ്റെ ചുമര് ചാടി കിടക്കുന്ന കള്ളന്മാരുടെ മേൽ, പിന്നെ തെരുവുകളിൽ, പാടത്ത്, തുറമുഖങ്ങളിൽ, അതുപോലെ മരച്ചില്ലയിൽ ഉറങ്ങുന്ന കിളികളുടെ മേലൊക്കെയാണ് മൂണ് ഷൈൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 5. വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? നായ്ക്കൾ എന്തിനാണ് വീടിൻ്റെ മുറ്റത്ത് വാതിൽക്കൽ വന്ന് ഓരിയിടുന്നത്? The dog might be howling by the door of the house because it likes the moon and enjoy the moonlight. അതിന് ചന്ദ്രനെ ഇഷ്ടമാണ്, അതുപോലെ നിലാവ് അത് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡോഗ് ഇങ്ങനെ ഹൗൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 6. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺലൈറ്റ്? നിലാവിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? The creatures that like to spend time in the moonlight are cat, mouse, dog and bat. ഏതൊക്കെയാണ്? ക്യാറ്റ്, പൂച്ച, എലി, നായ, അതുപോലെ വവ്വാല്. ക്വസ്റ്റ്യൻ 7. ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര സമയം വരെയാണ് ഫ്ലവേഴ്സും കുട്ടികളും ഉറങ്ങുന്നത്, അതുപോലെ റെസ്റ്റ് എടുക്കുന്നത്? The flowers and children sleep and take rest until morning the sun shall arise. ഏതുവരെയാണ്? രാവിലെ നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് കുട്ടികളും പൂക്കളൊക്കെ ഉറങ്ങുന്നത് എന്നാണ് പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. ആക്ടിവിറ്റി 1. Look at the words used to describe the sounds made by animals.
the chirping birds, the trumpeting elephants. There are similar words in the poem that describe the sounds made by the animals. Pick out those words and write them down. നോക്കിക്കേ, ചേർപ്പിംഗ് ബേർഡ്സ്, പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ചേർപ്പിംഗ് എന്ന് പറയുക. അതുപോലെ ദ ട്രംപറ്റിംഗ് എലഫൻസ്, ആനകൾ ശബ്ദമുണ്ടാക്കുന്നതിനെ, അതിനെ ചിഹ്നം വിളിക്കുന്നതിനാണ് നമ്മൾ ട്രംപറ്റിംഗ് എന്ന് പറയുക. അതുപോലെ കുറച്ച് ക്രിയേച്ചേഴ്സ്, കുറച്ച് ജീവികളുടെ ശബ്ദത്തെ നമ്മുടെ പോയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് സ്ക്വാലിംഗ്, ക്യാറ്റ് മേഡ് ചെയ്യുന്ന സൗണ്ടാണ് സ്ക്വാലിംഗ്. പിന്നെ സ്ക്വീക്കിംഗ്, മൗസ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് സ്ക്വീക്കിംഗ്. ഹൗളിംഗ്, ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഹൗളിംഗ്. ആക്ടിവിറ്റി 2, മാച്ച് ദ ഫ്രേസസ് ഇൻ ദ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. കോളം എയിൽ തന്നിട്ടുള്ള ഫ്രേസസ് കോളം ബിയിലേക്ക് മാച്ച് ചെയ്യുക, എന്നിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം കോളം എയിലേത് തന്നിട്ടുള്ളത് നോക്കാം. ദ തീവ്സ്, ദ ബേൺസ്, ദ ബാറ്റ്സ്, ദ ഡോഗ്, ദ ചിൽഡ്രൻ. ഇനി കോളം ബിയിലേത് നോക്കൂ. ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, ലൈസ് ഇൻ ബെഡ് അറ്റ് നോൺ, സ്ലീപ് ടിൽ ദ സൺ റൈസസ്, ആർ ഓൺ ദ ഗാർഡൻ വാൾ, ആർ അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ്. ഇനി നമുക്കിത് എയിലുള്ളത് ബിയുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ദ തീവ്സ് ആർ ഓൺ ദ ഗാർഡൻ വാൾ, ദ ബേർഡ്സ് ആർ അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ്, the bat lies in bed at noon, the dog is howling by the door of the house, the children sleep till the sun rises. ഇങ്ങനെയാണ് ഇത് യോജിപ്പിക്കേണ്ടത് ട്ടോ. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. Here are some balloons. Some are red, some are green. Rhyming words are given on the green balloons. The words on the red balloons do not rhyme. Add rhyming words on the green balloons from the poem. എന്താണ് മക്കളെ, ഇവിടെ നമുക്ക് കുറച്ച് റെഡ് ബലൂൺസും ഗ്രീൻ ബലൂൺസും തന്നിട്ടുണ്ട്. അതിൽ റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺ. ഗ്രീൻ ബലൂൺസിലൊക്കെ റൈമിംഗ് വേർഡ്സ് ഓരോന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. റെഡ് ബലൂൺസിലുള്ളത് എന്താണ്? റൈംസ് അല്ല. ഓക്കെ, ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നും ഗ്രീൻ ബലൂൺസിന് എന്ത് ചെയ്യുക? ഗ്രീൻ ബലൂൺസിലേക്ക് റൈമിംഗ് വേർഡ്സ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്, ക്വൈസ് ട്രീസ്. അതൊരു റൈമിംഗ് വേർഡാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തത് ഇവിടെ ഹോൾ എന്നതിന് മാച്ചായ റൈമിംഗ് വേർഡ് അതാണ് ഹോൾ, വോൾ. പിന്നെ ഡേ വേ, മൂൺ നൂൺ, മൗസ് ഹൗസ്, ഐസ് എറൈസ്. ഓക്കെ, ഇത്രയും റൈമിംഗ് വേർഡ്സ് ആണ് ഈ പോയത്തിൽ വരുന്നത്. ആക്ടിവിറ്റി 4, കളക്ട് സിമിലർ നേച്ചർ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റീസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു നേച്ചറെ കുറിച്ചുള്ള ഒരു പോയാണല്ലേ. അതായത് 3 നേച്ചുറൽ തിങ് ആണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള പോയാണ് പഠിച്ചത്. ഇതുപോലെ നേച്ചറിനെ കുറിച്ചുള്ള പോയംസ് കളക്ട് ചെയ്യുക, ക്ലാസ്സിൽ പാടി അവതരിപ്പിക്കുക. നോക്കിക്കുക മക്കളെ, നേച്ചർ എന്നുള്ളൊരു പോയം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം എ ഹ്യൂമൻ, ഐ ആം ടയേർഡ് ഫ്രം സിറ്റീസ്, ഐ ആം ഗോയിങ് ടു നേച്ചർ ടു ഫൈൻഡ് പീസ്. Long and shady trees and that cool breeze made me relax and calm, and found tree of palm. The plain ground with flora and fauna and silence all over the area made me feel peace. The clouds were as light as air and blew with the wind, and the sunset was the day's end. ഇത് മാൻവി റാവത്ത് എഴുതിയ നേച്ചറിനെ കുറിച്ചുള്ള ഒരു പോയാണ്. അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് ദ റോഡ് നോട്ട് ടേക്കൺ. ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് നോക്കാം. നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഇഫ് വി ഹാം നേച്ചർ ഇറ്റ് വിൽ ബി ഷോ അസ് ഇറ്റ്സ് സ്കേറി ഫേസ്. പ്രകൃതി ഭംഗിയുള്ളതാണ്, ബ്യൂട്ടിഫുൾ ആണ് അല്ലേ, പക്ഷേ നമ്മൾ അതിനെ ദ്രോഹിക്കുകയാണെങ്കിൽ, ഹാം ചെയ്യുകയാണെങ്കിൽ എന്താവും? അതിൻ്റെ ഭീതിയേറിയ പേടിപ്പെടുത്തുന്ന മുഖം നമ്മൾ കാണേണ്ടി വരും. ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്? എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. ഡിഫോറസ്റ്റേഷൻ, കാട് വെട്ടിത്തളിക്കുന്നത്. ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത്. ഇതെല്ലാം എന്താണ്? മനുഷ്യൻ്റെ ഹാംഫുൾ ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? ഇതുകൊണ്ടുള്ള കോൺസിക്വൻസസ്, അതായത് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് എയർ, ജലവും അന്തരീക്ഷവും വായുവും മലിനമാകുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, എന്താണ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. വാരിയസ് ഡിസീസസ്, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. എർത്ത് ക്വേക്സ്, ഭൂകമ്പം ഉണ്ടാകുന്നു.
ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. നമുക്കിവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കൂ. നോക്കിക്കേ, ഫ്ലഡ്സ് പ്ലേ ഹവോക്ക് വിത്ത് ലൈഫ്സ് ഇൻ കേരള. കേരളത്തിലെ ഒരുപാട് ജീവനുകളെ എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു ഫ്ലഡ്, വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ഇവിടെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? ഈ ന്യൂസ് റിപ്പോർട്ട് എന്തിനെക്കുറിച്ചുള്ളതാണ്? ഇറ്റ്സ് അബൌട്ട് ഫ്ലഡിനെ കുറിച്ചാണ്, വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് അല്ലേ. നൗ ഹിയർ ഈസ് എ കൊളാഷ് മെയ്ഡ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. റീഡ് സം ഓഫ് ദ ഹെഡ്ലൈൻസ്. ഇതിലൂടെ കുറച്ച് ന്യൂസുകളുടെ, വാർത്തകളുടെ ഹെഡ്ലൈൻസ്, തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. ക്ലൈമാറ്റ് ചേഞ്ച്, വാട്ടർ പൊല്യൂഷൻ, ത്രെറ്റ് ടു വാട്ടർ ആനിമൽസ്, ഗ്ലോബൽ വാർമിംഗ്, റൈസ് ഇൻ സീ ലെവൽ, ഓസോൺ ഹോൾ ഗോസ് ലാർജ് അഗെയിൻ. പിന്നെ അതുപോലെ സൈക്ലോൺ ഓഖി, 5 ഫിഷർമെൻ മിസ്സിംഗ്. അപ്പോൾ ഇതൊക്കെ എന്തിനെ കുറിച്ചാണ്? വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട്? ഇറ്റ് ഈസ് അബൌട്ട് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. പ്രകൃതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ കൊളാഷ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ദ മൂൺ എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ക്ലാസ്സും അതുപോലെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്